മിസ്റ്റർ അലക്സ് മൽവിൻ വിക്ടറിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ശ്രീ നന്ദകുമാർ സാറിനോട് ഞാനത് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ മിസ് പ്രിയാദ നമ്മുടെ പ്രിയപ്പെട്ട MP ഓൺ ദ വേ ആണ്. നമ്മൾ ഓണാഘോഷ പരിപാടികൾ നമ്മുടെ ചെയർമാൻ ശ്രീ SR പിള്ള, ഡോക്ടർ VJ അപ്രേൻ, നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ശ്രീ AN ഷാജി, ട്രഷറർ മിസ്റ്റർ മൽവിൻ വിക്ടർ, കൂടാതെ സ്വാമിജിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അതായത് ഇരാന്താണി കാഡറ്റ് അസോസിയേഷൻ്റെ 10ാമത് ഓണാഘോഷമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഓണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ദേശീയ ഉത്സവമാകുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ ഓണാഘോഷം. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി വരുന്നുണ്ട്, പ്രിയാദത്ത്, നമ്മുടെ സ്വാമിജിയുടെ ഇവിടെ വരാനുള്ള നേതൃത്വം എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്റ്റർ നാസിം ഖാൻജി വരാവുന്നതാണ്. പക്ഷെങ്കിൽ അദ്ദേഹം വന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഗോവായിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേളയിൽ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയം ചുരുക്കമുണ്ട്, എന്നാലും ഞാൻ വന്നിട്ട് പോകാം. ഞങ്ങളെല്ലാവരും വളരെ അഭിമാനിക്കുന്ന സ്വാമിജി അവിടുത്തെ സാന്നിധ്യം വളരെയധികം ഭംഗിയായി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നാൽ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഈസ് എ വേൾഡ് ഫേമസ് പ്രഭാഷകൻ. ചേരിയേജി എന്ന് പറഞ്ഞാൽ ഞാനും രാവിലെ ഏഷ്യാനെറ്റിൽ 6:45 മുതൽ 6:15 വരെ കേൾക്കുന്നതാണ്. വളരെയധികം പ്രയോജനമുള്ള ഒരു സപ്താഹം കൂട്ടോട് നടക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ സപ്താഹത്തിന് കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നോളജ് കിട്ടും. നമ്മുടെ രാമായണത്തെപ്പറ്റിയും മഹാഭാരതത്തെപ്പറ്റിയും ധീരയെപ്പറ്റിയും എല്ലാം വളരെ, രാമായണത്തെപ്പറ്റി എല്ലാം വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ച് ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റില്ല, നമ്മുടെ സെക്രട്ടറി AN ഷാജി, വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ വന്നിട്ടുള്ള ശ്രീ നന്ദകുമാർ സർ, കെബ്രോൾ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, APL അനിൽ രാധാകൃഷ്ണൻ, മിസ്റ്റർ സുരേഷ്, കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, മന്ദിരസമിതിയുടെ ശ്രീ വാസുദേവൻ ചെയർമാൻ ഓഫ് ബാങ്കിന്റെ പ്രേംകുമാർ, കൃഷ്ണകുമാർ, ദത്തകുമാർജി, മറ്റ് വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ. അതായത് ഈ ഓണത്തിനെ പറ്റി എനിക്ക് ഒരാൾ എഴുതി തന്നു. ആളുടെ പേര് ഞാൻ പറയില്ല. അപ്പൊ ഞാൻ വായിക്കുമ്പോൾ ഇച്ചിരി 1-2 വട്ടം വായിച്ചതാണ്. എന്നാലും ഇച്ചിരി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് ജാമ്യം എടുക്കുക കേട്ടോ. മലയാളികൾ ഒരിക്കൽ കൂടി ഓണാഘോഷം ആഘോഷിക്കുകയാണ്. ഈ വർഷത്തെ ഓണം കൂടുതൽ അറിവിന്റെയും വിവേകത്തിന്റെയും ആഘോഷങ്ങളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. വരുന്ന തലമുറയ്ക്ക് ഓണാഘോഷത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് അവർ ആഘോഷിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയായിരിക്കും സംഭവിക്കുക. Hearty welcome to the chief guest, Priyadat. Thank you, madam. Because we started because Swamiji wanted to go. That's why we started early. Sorry. But I am talking in Malayalam. That's why I don't write. There's something in the end in English. Okay. അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയായിരിക്കും സംഭവിക്കുക. കേരളം ഭരിച്ച സത്യസന്ധനും ധർമ്മിഷ്ഠനും നീതിമാനുമായ മഹാബലിയെ വരവേൽക്കുന്ന സന്തോഷത്തിന്റെ ആഘോഷമാണല്ലോ ഓണം. ലോകത്തിന്റെ ഇതര സംസ്കാരങ്ങളും മതങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ ഹൈന്ദവ
സംസ്കാരത്തിന്റെ പുരാണ ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതത്തിൽ ആണ് മഹാബലിയുടെ കഥ ഉൾക്കൊണ്ടിരിക്കുന്നത്. കഥകളെയും വെറും കഥകളാക്കി കാണാതെ മനുഷ്യജീവിതത്തിന് ഉപകരിക്കുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തുന്ന വിധത്തിൽ ആയിരിക്കണമെന്ന് വ്യാസഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ വേണ്ടതുപോലെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, കഥകളെ ദുർവ്യാഖ്യാനിച്ച് നമ്മുടെ സംസ്കാരത്തെ താഴ്ത്തിക്കെട്ടാനാണ് പാശ്ചാത്യരും ചരിത്രകാരന്മാരും ശ്രമിച്ചിട്ടുള്ളത്. മഹാബലി ആരെന്ന്, വാമനൻ ആരെന്നും മനസ്സിലാക്കാതെ ഭാഗവതത്തിൽ പറഞ്ഞ ഇതിൽ നിന്ന് വിപരീതമായി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് ഉള്ളത് അസംബന്ധവും നുണയുമായ കഥയാണ്. സ്വർഗത്തിലേക്കാൾ ശ്രേഷ്ഠമായ സ്വർഗത്തിലേക്ക് ഉയർത്തി മഹാബലി അനുഗ്രഹിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കരുത്. ആരാണ് ഈ മഹാബലി? തൻ്റെ സമ്പത്ത് സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സന്മനസ്സും ധീരതയും കാണിച്ച മഹാനാണ് മഹാബലി. അതിന്റെ ഓർമ്മയ്ക്കായി മാത്രമാണ് നമ്മൾ ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തിന് ഓണസന്ധ്യ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും മാനസികമായി തളരാതെ തന്റെ മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ മഹാനാണ് മഹാബലി. അങ്ങനെയുള്ള മഹാബലിയെ മലയാളികൾ മഹാദേവരായി കണ്ട് പൂക്കളമിട്ട് പൂജിക്കുന്നത്. കൂടാതെ നേടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇനി എന്ത് നേടാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് തന്റെ ശിരസിനെ ഭഗവാന്റെ പാദത്തിൽ മഹാബലി അർപ്പിക്കുന്നു. തന്റെ ഭാവമായ പാദങ്ങൾ മഹാബലിയുടെ ശിരസിൽ വെച്ചുകൊണ്ട് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ആനന്ദത്തിന്റെയും സുലഭത്തിലേക്ക് ഉയർത്തുന്നു. മഹാബലിയുടെ ഉയർച്ചയുടെ ആഘോഷം മറന്ന് തിരുവോണം. ഇനി ആരാണ് വാമനൻ? നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷം അളന്നുകൊണ്ടിരിക്കുന്ന കാലശക്തിയാണ് വാമനൻ എന്ന് മനസ്സിലാക്കണം. പകലായാലും രാത്രിയായാലും സുഖവും ദുഃഖവും ജയവും പരാജയവുമായി കാലം നമ്മെ രണ്ട് അടിപ്പിച്ച് എപ്പോഴും അളന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തളരാതെ മൂന്നാമത്തെ അടി അനുഗ്രഹത്തിൻ്റെതായ ആക്കാൻ മനസ്സിനെ ഭഗവത് സന്നിധാനത്തിൽ ശിരസർപ്പിക്കാം. അല്ല എങ്കിൽ അപമാനത്തിന്റെയും അനാദരവിന്റെയും ലോകത്തിലേക്ക് നാം താഴ്ന്നു പോകേണ്ടി വരും. തളരാത്ത മനസ്സിന്റെ ഉടമകളായി പരസ്പരം നന്മ പങ്കുവച്ച് സന്മനസ്സുള്ളവരായി ഭക്തിയുടെയും വിനയത്തിന്റെയും സ്നേഹാനുകളുടെയും സുലഭം നേടിയെടുക്കാൻ ഈ ഓണാഘോഷം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ആയിരായിരം സൗകര്യം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിന് വേണ്ടി പറയാം. Madam, this Onam celebration is the Desi Utsav Kerala. Irrespective of caste and creed, together celebrate. In this hall, we have got all caste except Muslim. You know, Kerala is ruling by Muslims also, but we are all very, very brotherly what we are doing. There is no problem for us to get along with them. So friends, today I will tell you the unique festival of Onam give us an opportunity to feel and experience in rich cultural heritage of Kerala. Onam, which marks the beginning of the harvest season, is celebrated with tradition and creativity with the Malayalis living in all parts of the world. It instills in them a sense of belonging to a rich culture and tradition of the Kerala. It is small writing, and I wish once again Onam, and I am very happy that you all are coming in time. With this I conclude. Thank you very much. Nandi, namaskar. Thank you, Mr. Sarvale. Request Mr. Pujya Swamiji, our chief guest of the day, Madam Priya Dutt, our Dynamic General Secretary A.N. Shaji, Treasurer Mr. Malvin Victor, a galaxy of distinguished personalities come today as our guests, and
dear guests, dear members of this great association, dear children. Happy Onam. At the outset, I would wish all of you a very happy Onam. I am distinctly honored to be able to welcome this galaxy of distinguished guests and our distinguished members and their families. And this is the 10th year that we are celebrating Onam in different parts around this great integrated city of Irunagari. As you all know, Onam is a national festival, mostly associated with the harvest season. At the same time, this is considered to be a new year also. And we are always expecting in new year some good change will come. And as a mark of good change, in Onam we have a hope that things what we are expecting is a very great matter of equality, free from corruption, situation of all justice, fairness, and a wonderful nation together, people together. And with this sort of expectation, we are celebrating Onam with a lot of cultural activities, with a lot of displaying our various talents on this occasion. Today, from morning onwards, 9:30 onwards, we started various programs, and our very small tiny children onwards to the very senior people, they have displayed their various talents artistically and otherwise, and we have witnessed. So this is all possible because we have all joined together, and we have joined together, and it is a coming together process, enjoying our fellowship. At the same time, when we are coming together, we can think loudly what we can expect better and render our good service to the, especially for the deprived brethren in the periphery of our society. With this, I want to just add, along with this Onam message, one very, very important point. The world is witnessing lot of technological progress. But at the same time, we are facing a very dangerous situation because of the consumeristic culture. This consumeristic culture is a part of universal situation because of the very basic education, very basic economic theories, that is marginal utility. Anything which is useful is always welcome. Anything which is not useful is not welcome. Now, I would like to ask one thing. There are so many things which we are getting without a price tag. But without a price tag, what we are getting, many a times, that is the most invaluable thing. We are not giving anything for oxygen. We are not paying much for drinking water. But we are not paying anything for our parents because they are freely given us everything. And our old people, now the women of the society, they are finding a lot of cruelties from the in many ways. We can see the census every day that the dwindling number of women in the country, because we are not, many places are not welcoming the girl child's birth. So these situations are very dangerous, and these are all showing the consumeristic society's dangers. So there is a ethically strong society is necessary. That is the need of the hour. And we have got very eminent two personalities in this